മധ്യ തിരുവിതാംകൂറിലെ പടയണിക്കാലത്തിന് പത്തനംതിട്ട ജില്ലയിലെ തെള്ളിയൂർക്കാവിൽ ചൂട്ടുകത്തി. ചൂരലടവി എല്ലാ വർഷവും നടന്നുവരുന്ന പടയണിയിൽ ഭൈരവി, കുതിര, കാലൻ, കാലേക്ഷി തുടങ്ങി എല്ലാ കോലങ്ങളും കളത്തിൽ തുള്ളിയൊഴിയും. 26-ന് പുലർച്ചെ മംഗള ഭൈരവിയോടെയാണ് ഒരാഴ്ചത്തെ പടയണിയുടെ ചൂട്ട് അണയുന്നത്. ദാരിക നിഗ്രഹം കഴിഞ്ഞെത്തിയ ഭദ്രകാളിയുടെ കോപം കത്തിജ്വലിച്ചു തന്നെ നിന്നു. കോപമകറ്റാൻ ശിവന്റെ ഭൂതഗണങ്ങൾ പാളക്കോലങ്ങളിൽ ഈ രൂപം എഴുതി തുള്ളിയെന്നും അങ്ങനെ കാളി കോപമകന്ന ഭഗവതിയായി എന്നുമാണ് പടയണിയുടെ ഐതിഹ്യം. മധ്യ തിരുവിതാംകൂറിലെ ഈ അനുഷ്ഠാനം എല്ലാ ഉത്സവകാലവും തെള്ളിയൂർക്കാവിലാണ് തുടക്കം കുറിക്കുക. പുലവൃത്തം ചടങ്ങോടെയാണ് പടയണി തുടങ്ങുന്നത്. ധനുവഞ്ചിന് ചൂട്ടുവെച്ച പടയണിയിൽ കഴിഞ്ഞ ദിവസം ആദ്യ ഭൈരവിയെ കളത്തിലേക്ക് ചൂട്ടുവെട്ടത്തിൽ കാപ്പൊലിച്ചു. സകലമൂർത്തെ സമസ്തവും ജയിച്ച പെണ്ണെ, മനസ്സിൽ നീ നിലാവ് പോലെ മന്ദാരമേനിയാളേ. കുതിര, അന്തരേക്ഷി, മറുത തുടങ്ങിയ കോലങ്ങളും പാട്ടമ്പലം പടയണിക്കളത്തിൽ തുള്ളി ഒഴിഞ്ഞു. പിന്നീടാണ് 64 കരിക്കുകൾ നിരത്തി വെച്ചൊരുക്ക് ആരംഭിച്ചത്. ഇതോടെ നാടിനെ വാഴ്ത്തുന്ന അടവിപ്പാട്ട് ഉയർന്നു. ശേഷം കരിക്കുകൾ പാനക്കാരൻ ഉടച്ചു തുടങ്ങുമ്പോൾ അടവിക്കാർ ഉറഞ്ഞു തുള്ളി. പിന്നീട് മുള്ളു നിറഞ്ഞ ചൂരൽ വള്ളി ചവിട്ടി ഒടിച്ച് അടവിക്കാർ കളത്തിൽ ഉറഞ്ഞു വീണു. ഭദ്രകാളിക്ക് നിണബലിയേകുന്നുവെന്ന സങ്കല്പത്തിലാണ് ഈ ആചാരം. 25-നാണ് വലിയ പടയണി. 41 ദിവസമായി നടന്നു വരുന്ന കളമെഴുതിപ്പാട്ട് സമാപിക്കുന്ന 26-ന് പുലർച്ചെ മംഗള ഭൈരവി തുള്ളിയാണ് തെള്ളിയൂർക്കാവ് പടയണിയുടെ ചൂട്ടണയുന്നത്. ജനം, പത്തനംതിട്ട.